മേക്ക് ഇൻ കാഞ്ഞങ്ങാട് സ്റ്റോറീസ് ബിഹൈൻഡ് ഏകദിന സിനിമാ ശില്പശാല സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. മേഡ് ഇൻ കാഞ്ഞങ്ങാട് സ്റ്റോറീസ് ബിഹൈൻഡ് ഏകദിന സിനിമാ ശില്പശാല സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ജനമൈത്രി പോലീസിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ രാത്രി ഒരു സിനിമ കാണാൻ പോയി. അപ്പം എന്നോട് പോകുന്നതിന് മുമ്പ് എല്ലാവരും പറഞ്ഞത് കൊള്ളത്തില്ല, വെറുതെ സമയം കളയാണ്. പക്ഷെ എനിക്ക് പോയിട്ട് നല്ല ഇഷ്ടപ്പെട്ട സിനിമയാണ്. എല്ലാ സിനിമകളും കാണും. സിനിമാ മേഖലയിൽ പലരും അടുത്ത സുഹൃത്തുക്കളും തന്നെ. എന്നാൽ നമുക്കറിയാം, സിനിമയെ പോലുള്ള നിരവധി ആളുകൾ ഇപ്പോൾ കാസർഗോഡ് നിന്ന് വളർന്നു വന്നപ്പോൾ കാസർഗോഡ് എല്ലാവരും പറയുന്നത് കാസർഗോഡ് പിന്നോക്കമാണ്. ഞാൻ ചിന്തിക്കുന്ന ഏത് കാര്യത്തിലാണ് നമ്മൾ പിന്നോക്കം? എല്ലാ കാര്യത്തിലും നമ്മൾ മുന്നിലല്ലേ. സ്വാതന്ത്ര്യ സമരം മുതലെടുത്തു ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടം മുതൽ ഇങ്ങോട്ടെടുത്താൽ എല്ലാ കാര്യങ്ങളിലും കാസർഗോഡിന്റെ സാന്നിധ്യമില്ല, കാസർഗോഡിന്റെ സിഗ്നേച്ചറില്ല. CK സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം പ്രസിഡന്റ് ഫസലുർ റഹ്മാൻ AM മുഖ്യപ്രഭാഷണം നടത്തി. സംവിധായകൻ സെന്ന ഹെഗ്ഡെ സിനിമയെക്കുറിച്ച് സംസാരിച്ചു. സിനിമയെ മനസ്സിലാക്കി കൊടുക്കുക, അതിലൂടെ പ്രചോദനം ഉൾക്കൊണ്ട് മുന്നോട്ടുള്ള പ്രയാണത്തിൽ അത് മറ്റുള്ളവർക്ക് എങ്ങനെ ഉപകാരപ്പെടുത്താം എന്നതുകൂടിയാണ് ശില്പശാലയുടെ ലക്ഷ്യം. ശില്പശാലയിൽ 40ഓളം ആളുകൾ പങ്കെടുത്തു. പ്രദീപൻ കോതോളി സ്വാഗതവും അജയ് ചന്ദേര നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.